ജീവിതത്തിൽ എവിടെയെങ്കിലും പിന്നിലായിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ലോകം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ എവിടേക്കോ ഒറ്റപ്പെട്ട് നിന്ന് പോയി അല്ലെങ്കിൽ പോകുന്നുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ? നമ്മൾ പലരെയും കാണുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് ഒന്ന് മാത്രമാണ്. കാരണം ഞാൻ വൈകിപ്പോയി, എൻ്റെ സമയം പോയി, ഇനിയും അവസരങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറും പറയാറുമുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, നമ്മൾ ഇനിയും വൈകിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരം തോന്നലുകളിലേക്ക് നമ്മളെ നയിക്കുന്നത് നമ്മൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ്. കാരണം സമൂഹം നമുക്ക് തരുന്ന ഒരു സമയത്തിൻ്റെ സമ്മർദ്ദമുണ്ട്. നമ്മുടെ ഈ സമൂഹം നമ്മളോട് പറയുന്നത് 25 വയസ്സിനുള്ളിൽ ഒരു ജോലി നേടണം, 30 വയസ്സിനുള്ളിൽ വിവാഹം കഴിക്കണം, 35 വയസ്സിനുള്ളിൽ തന്നെ മക്കളൊക്കെ ആയിട്ട് സെറ്റിലാകുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയും വീടും കാര്യങ്ങളും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാമായി ഒന്ന് ലൈഫ് സെറ്റിലാവണം 35 വയസ്സിനുള്ളിൽ. അങ്ങനെ ഒരു ടൈം ലൈൻ പൊതുവേ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഒന്നേന്ന് തുടങ്ങാൻ സാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മളിലൊക്കെ ഓൾറെഡി പാകി മുളപ്പിച്ചിട്ടുണ്ട് ഈ സമൂഹം. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറഞ്ഞാൽ ഓരോ വഴിയിലാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റണ്ണിങ് റേസ് എന്ന് പറയാൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അവസാനിക്കുന്നതല്ല. ഇതൊരു യാത്രയാണ്. ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയാണ്. ഏതെങ്കിലുമൊക്കെ സമയത്ത് ആരംഭിക്കുന്നു, ഇടയ്ക്ക് വെച്ച് നിൽക്കുന്നു, വീണ്ടും യാത്ര പുനരാരംഭിക്കുന്നു. അങ്ങനെ പോകുന്ന ഒരു പ്രവർത്തനമാണ് ജീവിതം എന്ന് പറയുന്നത്, ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വേറെയാണ്. അപ്പോൾ ചിലർക്ക് ചില കാര്യങ്ങൾ വേഗത്തിൽ തന്നെ നടക്കും, ചിലർക്ക് വൈകിയും നടക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റു ചില കാര്യങ്ങളാണ്. ഇപ്പം നമ്മളുടെ ജീവിതം മറ്റൊരാളുടെ പോലെ ആവണം എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ വ്യത്യസ്തരായ ആളുകളാണ്, നമുക്ക് വ്യത്യസ്തമായ വഴികളുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര ശരിയാക്കേണ്ടത്, നമ്മുടെ യാത്രയ്ക്ക് വേണ്ട വഴികൾ തിരഞ്ഞെടുക്കേണ്ടത്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള യാത്രാ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ ഇത് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ട പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് താമസം ജീവിതത്തിൽ ഉണ്ടായെന്നിരിക്കും. ചില യാഥാർത്ഥ്യ കഥകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകം കണ്ട വലിയ വിജയികൾ അവരുടെ ജീവിതം തുടങ്ങിയത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തിയത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സക്സസ് കണ്ടെത്തിയത് വളരെ താമസിച്ചാണ്. നമ്മളുടെ കണക്കുകൂട്ടലിൽ വളരെ താമസിച്ചാണ്. ഇപ്പോൾ KFC തുടങ്ങിയത് കേണൽ സാൻഡേഴ്സ് 65-ാം വയസ്സിലാണ്. അതുപോലെ വെറാ വാങ് ഫാഷൻ ഡിസൈൻ ആരംഭിച്ചത് 40-ാം വയസ്സിലാണ്. ഈ മോർഗൻ ഫ്രീമാൻ, അദ്ദേഹം വലിയ സിനിമ ബ്രേക്കുകളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചത് 52-ാം വയസ്സിലാണ്. അപ്പോൾ ഇങ്ങനെ പലരും തങ്ങളുടെ വിജയത്തിലേക്ക് എത്തിയത് വ്യത്യസ്തമാണ്. നമ്മളുടെ ഒരു സാമൂഹിക നിലപാടിലോ അല്ലെങ്കിൽ സാമൂഹിക ചിന്തയിലോ ഉരുത്തിരിഞ്ഞ ഒരു പ്രായത്തിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തുടങ്ങാൻ ഒരിക്കലും താമസിച്ചിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ അവർ വൈകി വിജയിച്ചവരാണ് എന്ന് തോന്നും. പക്ഷെ അവർ വൈകി വിജയിച്ചവരല്ല. അവരെപ്പോൾ തയ്യാറായപ്പോൾ വിജയിച്ച ആൾക്കാരാണ്. അതിൻ്റെ പ്രാഥമിക ഘട്ടങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അവരതിൻ്റെ എക്സ്പെർട്ടൈസ് ആയി കഴിഞ്ഞപ്പോഴേക്കാണ് അവർ വിജയത്തിലേക്ക് എത്തിയത്. അപ്പം നമ്മളും വിജയിക്കും. അപ്പം നമുക്കാവശ്യമായത് സമയമാണ്. പ്രധാനമായിട്ടും നമുക്ക് തോന്നുന്നത് വൈകിയതുപോലെ ഒരു തോന്നലാണ്. നമ്മൾ 30-ലെത്തുമ്പോൾ, 35-ലെത്തുമ്പോൾ, 40-ലെത്തുമ്പോൾ പിന്നീട് നമുക്ക് ബാക്കി നിൽക്കുന്ന കാലത്തെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. മധ്യവയസ്കരെന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ പകുതി കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യാനാണ്? അല്ലെങ്കിൽ 40 വയസ്സാകുമ്പോഴത്തേക്കിന് കുറേ കൂടെ വർഷങ്ങൾ കടന്നുപോയി, ഇനി എന്ത് ചെയ്യാനാണ്? അങ്ങനെ എൻ്റെ 20-കൾ കളഞ്ഞുപോയി, എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല, 25 പോയി, 30 പോയി, ഇനിയും വൈകി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? പക്ഷേ പിഴച്ചുപോയി. ആ സമയങ്ങളിലൊന്നും ചെയ്യാൻ സാധിച്ചില്ല, ആ സമയങ്ങളിലൊന്നും ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ട് സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ആ പിഴവുകൾ നമ്മളെ ഇങ്ങനെ വീണ്ടും വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചിന്തയിൽ തന്നെ നമ്മൾ നിലനിൽക്കുകയാണ്. ഇനിയും വൈകിയിട്ടില്ല എന്ന് നമ്മളോട് പറയുന്ന ആ ഒരു മൊമെൻറ്റിലാണ് നമ്മുടെ ജീവിതം മാറാൻ പോകുന്നത്. കാരണം
ശരിയായ ഒരു സമയം, എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുവാൻ ശരിയായ ഒരു സമയം എന്നൊന്നില്ല. നമുക്ക് ഇപ്പോഴാണ് എൻ്റെ സമയമെന്ന് തീരുമാനിച്ചാൽ ആ സമയം മുതൽ നമ്മൾ മാറാൻ തുടങ്ങുക. ഇപ്പം കഴിഞ്ഞ കാലം നമുക്ക് തിരുത്താനായില്ല, പക്ഷേ വേറെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇന്നു മുതൽ മുന്നോട്ട് തുടങ്ങാൻ സാധിക്കും. കഴിഞ്ഞ കാലം തിരുത്തി എഴുതുക തീർച്ചയായിട്ടും സാധ്യമല്ല. അപ്പോൾ പുതിയ കഥകൾ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഈ നിമിഷം തൊട്ട് എന്തൊക്കെ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം, ഇന്നത്തെ പടി, ആദ്യത്തെ ഒരു പടിയായി നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ കാൽവയ്പ് നടത്തണം. അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യമില്ലെങ്കിൽ ഇന്നൊരു സ്വപ്നം കാണണം, ഇന്നൊരു ലക്ഷ്യം വയ്ക്കണം. അതിന് വേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഇന്ന് ആദ്യത്തെ ചുവട് വയ്ക്കണം. സോ ഞാൻ വൈകിട്ടില്ല എന്ന് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇതിന് നമുക്ക് നമ്മളെ തന്നെ ശാക്തീകരിക്കാനായിട്ട്, നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്താനായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത് ദൈനംദിന അഫർമേഷനാണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മളോട് പറയുക, എൻ്റെ സമയം ഇതാണ്, ഞാൻ വൈകിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവാനായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്താൻ എനിക്ക് ഇനിയും വൈകിട്ടില്ല. ഇനിയും എനിക്ക് സക്സസ് നേടാനായിട്ട് സാധിക്കും. ഇനിയും എനിക്ക് കുറച്ചുകൂടെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ഞാൻ ഒരിക്കൽ കണ്ട സ്വപ്നങ്ങളിലേക്ക് എനിക്ക് എത്താൻ സാധിക്കും. ഞാനിപ്പോഴും വൈകിട്ടില്ല. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ 30കളിലായിരിക്കും, 35കളിലായിരിക്കാം, 40കളിലായിരിക്കാം, 45കളിലായിരിക്കാം. എന്നാലും നിങ്ങളോട് പറയേണ്ടത്, എൻ്റെ സമയം ഇതാണ്, ഞാൻ വൈകിട്ടില്ല. ഇത് ദൈനംദിനമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ദൈനംദിനം ഒരു അഫർമേഷനായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കണം. രണ്ടാമത് ചെയ്യേണ്ടത്, ഇങ്ങനെ അഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് അതിന് വേണ്ട ഒരു പ്രവർത്തനം തുടങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഉള്ള ഏതെങ്കിലും ഒരു ചെറിയ ചുവട്, അത് ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കേണ്ടതാണെങ്കിൽ പഠിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തുടങ്ങേണ്ടതാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തു തുടങ്ങാൻ, അങ്ങനെ ആദ്യത്തെ ഒരു പ്രവർത്തനം നമ്മൾ തുടങ്ങി വയ്ക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങി വയ്ക്കുക നമ്മുടെ വിജയത്തിലേക്കുള്ളത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ കമ്പാരിസൺ ചെയ്യാതിരിക്കുക. മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. മറ്റുള്ളവരെ നോക്കി വിഷമിക്കരുത്. എന്നേക്കാൾ വിദ്യാഭ്യാസം കുറവുള്ളവരായിരുന്നു, അല്ലെങ്കിൽ പഠിക്കുന്ന കാലത്ത് എന്നേക്കാൾ മോശപ്പെട്ടവരായിരുന്നു, അവർ നല്ല നിലകളിലെത്തി, ഞാൻ മാത്രം എങ്ങും എത്തിയിട്ടില്ല. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. എല്ലാവരും യൂണീക്കാണ്. അവരൊരു പക്ഷേ അവരുടെ ഒരു അംബീഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പാഷനായിട്ടുള്ള ഒരു മേഖലയിലേക്ക് എത്തിയത് കൊണ്ടാവാം അവർ ഏറ്റവും പെട്ടെന്ന് തന്നെ സക്സസ് ആയത്. നമുക്ക് വ്യക്തമായ ഒരു പ്ലാനോ അല്ലെങ്കിൽ കാഴ്ചപ്പാടോ ജീവിതത്തിൽ ഇല്ലാഞ്ഞത് കൊണ്ടായിരിക്കാം നമ്മൾ പലപ്പോഴും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പൊസിഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തത്. അതുകൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് തന്നെ നമ്മുടെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച്, എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഒരിക്കൽ നമുക്കുണ്ടായിരുന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ഈ പടികൾ കൃത്യമായിട്ട് ചെയ്തു വരിക. ആദ്യം അഫർമേഷൻ കൊടുക്കുക. എപ്പോഴും നമ്മൾ ഇനിയും ലേറ്റ് ആയിട്ടില്ല എന്നുള്ള അഫർമേഷൻസ് കൊടുക്കുക. എല്ലാ ദിവസവും അതിൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് അല്പം മുന്നോട്ട് പോകാൻ വേണ്ടി, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ചെറിയ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരെ നോക്കി വിഷമിക്കാതിരിക്കുക, നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക. ഇങ്ങനെ സമയത്തെ നമുക്ക് ഒരു ശത്രുവായിട്ടൊന്നും കരുതണ്ട. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് സംശയമാണ്. നമ്മൾ എപ്പോഴും വിചാരിക്കും സമയം തീർന്നു പോയി, സമയമില്ല, ഒന്നിനും സമയമില്ല എന്ന് കരുതുന്നത് അത് നമ്മുടെ ഒരു ശത്രുവായിട്ട് കരുതുക വേണ്ട. കാരണം സമയം തീർന്നു പോയി എന്ന നമ്മുടെ ഒരു തോന്നൽ, അതാണ് നമ്മുടെ ശത്രു. നമ്മൾ വൈകിട്ടില്ല, നമ്മൾ വളരുകയാണ്. ഈ ലോകത്തിന് ഇപ്പോഴും നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാനുണ്ട്. നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ലോകത്തിന് കൊടുക്കാനായിട്ട് എന്തൊക്കെയോ ബാക്കിയുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങണം. ഇനിയും വൈകിട്ടില്ല. ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക, മുന്നോട്ട് പോവുക. ഇനിയും വൈകിട്ടില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുക. വീണ്ടും 5 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് എടുത്ത തീരുമാനം നിങ്ങളെ എവിടെ എത്തിച്ചു എന്ന് നമുക്ക് സംതൃപ്തിയോടെ ഓർക്കാനും മറ്റുള്ളവർക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാനും നമ്മളെ തന്നെ ഒരു മോഡലാക്കി നിർത്താനും നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.